ഹായ് ഓൾ, ഇന്നൊരു മിനിയേച്ചർ സൈക്കിൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ബാംഗിൾസും കുറച്ച് ബാംബൂ സ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിളിൻ്റെ ബോഡി പാർട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഒരു ബാംഗിൾ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബാംബൂ സ്റ്റിക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഗമ്മാട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ബാംഗിൾസ് ഒന്ന് 2 വീതം ഒട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചെറിയ ചെറിയ പീസസ് ടയറിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി സൈക്കിളിൻ്റെ ബോഡി പാർട്ടിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വയർ എടുക്കുന്നുണ്ട്. അതൊരു 3 ലെയറായിട്ടാട്ടോ ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഫുള്ളായിട്ട് ഈ മാസ്കിൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. മാസ്കിൻ ടേപ്പ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിനിഷിങ്ങും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ ബോഡി പാർട്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ 2 പീസും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പാർട്സും കൂടി എക്സ്ട്രാ ഉണ്ടാക്കാം കേട്ടോ. ദെൻ നമുക്ക് സൈക്കിളിൻ്റെ ടയറിലേക്ക് ഇതുപോലെ 2 പീസ് വീതം വരുന്ന രീതിയിലാണ് ഓരോ പീസും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 65 ഡിഗ്രി ആംഗിളിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അത് രണ്ടും കണക്ട് ചെയ്യുന്ന രീതിയിലും ഒരു പീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ മറ്റൊരു ടയർ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് നീളത്തിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ വരുന്ന പോർഷനാണ്, അതിന് കുറച്ച് നീളം വേണം കേട്ടോ. ഇനി ഇങ്ങനെ 2 പീസസ് ഉണ്ടാക്കിയതിന് ശേഷം ഈ 2 പീസസും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോങ് ആയിട്ട് 2 സ്റ്റിക്കും കൂടി നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തു. അതിന് തൊട്ട് മുകളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ബെൻഡിങ് പോർഷനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ 2 ചെറിയത് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതും ഈ ടയറിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണോ ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഗമ്മോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള സീറ്റ് വേണം, അതുകൊണ്ട് തന്നെ ഹാൻഡിൽ വേണം. അപ്പോൾ സീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ആ ഒരു ഷേപ്പിലേക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഹാൻഡിലും അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സൈക്കിളിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബാസ്ക്കറ്റ് വേണം. ബാസ്ക്കറ്റും കൂടി വരുമ്പോഴാണ് സൈക്കിളിന് ഒരു ഫിനിഷിംഗ് ലുക്ക് വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ സൈക്കിളിന് പെഡൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ചെറിയ പീസ് ബാംബൂ സ്റ്റിക്ക് വെച്ച് തന്നെയാണ് റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സൈക്കിൾ കാണാൻ ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് കളർ പേപ്പർ ചെറിയ റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് 2 ടയറിൻ്റെയും അതുപോലെ തന്നെ പെഡലിൻ്റെയും സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് സൈക്കിള് കളർ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്കൈ ബ്ലൂ കളർ പെയിൻ്റ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കൈ ബ്ലൂ കളറ് ഫുള്ളായിട്ട് സൈക്കിളിൻ്റെ ബോഡി പാർട്ടിലേക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബാംബൂ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിളി ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പെയിൻറ്റ് ഫുള്ളായിട്ട് ബോഡിയിലും അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്കൈ ബ്ലൂ കളർ ഞാനിവിടെ ചൂസ് ചെയ്തു എന്ന് മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ടയറിലേക്ക് കളർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ബ്ലാക്ക് കളറാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ടയറിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ലുക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂവും ബ്ലാക്കിനും ശേഷം ഇനി ടയറിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് കളറൊക്കെ കൊടുത്ത് സൈക്കിളിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സൈക്കിൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ടും സൈക്കിളിന് ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നുണ്ട്. ബ്ലൂ കളറിൽ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു ഡാർക്ക് ബ്ലൂ വെച്ച് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിന് ഞാൻ ബ്ലാക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടയറിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് പോർഷൻ കൊടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ ബ്ലാക്ക് വരകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി കൊടുത്തപ്പോൾ സൈക്കിളിൻ്റെ ലുക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റിൽ കുറച്ച് പൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ഇല്ലാതിരിക്കുന്ന പഴയ ബാംഗിൾസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഇതുപോലത്തെ ഡെക്കർ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാൻഡും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് സൈക്കിള് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കറൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്